ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ അതിവിദഗ്ധ എന്ന് പറയാനൊന്നുമില്ല, ഇവിടെ എത്തി. അയ്യോ അടച്ചോനെ, നമ്പറൊക്കെ ഒന്ന് ഓർത്തിടണം, അല്ലേ പണി പാടും. വണ്ടി വിട്ടാന്ന് പറഞ്ഞേക്കും. ഓക്കെ, അപ്പം മറ്റേ E17 അങ്ങനെ എന്തോ. അപ്പം ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്, എനിക്ക് വന്നിട്ട് വലിയ പരിചയമൊന്നുമില്ല. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ ഈ പറയുന്ന എന്താ, ഞാനതെന്തായാലും എഡിറ്റ് ചെയ്യുമ്പം കറക്റ്റ് നെയിം മെൻഷൻ ചെയ്യാമേ. ഓക്കെ, അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഞാൻ അവിടെ ചെന്നിട്ട് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാനിവിടെ എത്തി. പക്ഷേ ഇത് ഞാൻ ഒത്തിരി വീഡിയോ എടുക്കില്ല, കാരണം ഇതൊരു പബ്ലിക്കായിട്ടുള്ള സ്ഥലമല്ലേ. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ സെറ്റാവില്ല. സോ ഞാൻ മാക്സിമം വീഡിയോ എടുക്കുന്ന കുറവായിരിക്കും. മീനുകളൊക്കെ കാണിച്ചു തരാം, അപ്പം എൻ്റെ പ്രശ്നമില്ലല്ലോ. അതെ ഗൈസ്, മത്തിയുടെ വലിപ്പം കണ്ടു നോക്ക്. അത് കുഞ്ഞു മത്തി, ഇത് വലിയ മത്തി. ഇത് കിലോ 10 രൂപ, 10 ദിർഹംസ്. അത് ചെറിയ മത്തി 5 ദിർഹംസ്. അതിലേക്ക് നോക്ക്, എൻ്റെ മോനെ നല്ല നല്ല ഫ്രഷ് എ ക്വാളിറ്റി സാധനം. വേറൊന്നുമില്ല ഗൈസ്, അവരപ്പുറത്തുനിന്ന് എനിക്ക് അത് വിട്ടെ, അവരവിടുന്ന് മത്തി മേടിച്ച് 10 ദിർഹംസ്. ഞാനിപ്പുറത്ത് വന്ന് കൊഴുവ് വാങ്ങാൻ ഓർത്ത് വന്നപ്പോഴത്തേക്ക് വേറെ ഇവിടെ വന്നപ്പോൾ ഇവിടെ മത്തിക്ക് 5 ദിർഹംസ്. 170 വന്ന് വാങ്ങിച്ചാൽ കേട്ടോ, മലയാളി ചേട്ടനാണ്. അതിന് എപ്പോൾ തീരും എന്തോ. ഫിഷ് മാർക്കറ്റിൽ നിന്ന് വീട് എടുക്കാനാണെങ്കിൽ കുറേ ഉണ്ട്, പക്ഷെ എനിക്ക് അവിടെ ഒത്തിരി ആൾക്കാരുള്ളതുകൊണ്ട് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്, എടുക്കാത്ത. പിന്നെ വേണ്ട ഇപ്പോൾ ഇവിടെ ഈ ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, നമുക്ക് ഇത് കൂട്ട് വാങ്ങാൻ പറ്റും. എന്താണ് അക്വേറിയം ഫിഷ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഉണ്ടാ. അപ്പോൾ ഇവിടെ എന്താ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വില കുറവുണ്ടാവും. അവരെന്നും സ്ഥിരം ഫൈറ്ററിനെ വാങ്ങിച്ചേ. ഫൈറ്ററിനെ നോക്കട്ടെ. ഇന്ന് തീരുമാനമാക്കട്ടെ കേട്ടോ. ശരി എന്നാൽ ഗായ്സ്, ഇതുണ്ടോ? ഈ അങ്ങോട്ടേക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല. ഇല്ല, ഞാൻ അങ്ങോട്ട് കയറാമായിരുന്നു. വെറുതെ നമ്മൾ അകത്താറ് വെറുതെ വള്ളി പിടിക്കണേ. നമ്മുടെ നാട്ടിലുള്ള മീനൊക്കെ തന്നെ. Guys, look at this giant guys. എന്താ ഇത്, ഞണ്ടല്ലേ? ഒരു സെക്കൻഡ്, ഞണ്ടല്ലേ ഇത്? വെട്ടം കുറവുണ്ടോ? വിഷയം ഇതെന്താണെന്നറിയാവുന്നവർ കമൻറ്റിൽ പറയുക. എനിക്ക് മനസ്സിലാവുന്നില്ല. ചെറിയ ഞണ്ട്, വളരെ ചെറിയ ഞണ്ട്. നോക്കൂ, എൻ്റെ തലേനേക്കാളും വലുപ്പമുണ്ട്. ഒരെണ്ണം ഒരു 3.5, 4, 5 കിലോ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നു. എന്താ ഇവിടെ നടക്കണേ? ഇത് തലതിരിഞ്ഞു പോയവന്മാർ. കിട്ടി, ഇവരാരൊക്കെയാണെന്നുള്ള സംഭവം നമുക്ക് പിടികിട്ടി. ഇത് ലോബ്സ്റ്റർ. ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ഇരിക്കും. കിങ് ക്രാബ്. അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. ഇത് ലൈവ് വോയിസ്. അതിവിടെ ആയിരുന്നല്ലേ, സോറി. ഈൽ ഗൈസ്, കണ്ട ഈൽ ഫിഷ്, ബ്ലൂ ക്രാബ്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അവിടെ. പക്ഷെ അവിടെ എന്തോ റെഡ് കളറുള്ളൊരു സാധനം, അതെന്താ അത്? കണ്ട, ഇത് ബ്രൈഡ് ചെയ്തേക്കുന്നതാണോ? ബ്രൈഡ് ചെയ്തേക്കുന്ന ക്രാബാന്ന് തോന്നുന്നു.
അതെ 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 അമ്മ 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 റെഡിനകത്ത് അത് കൊണ്ടുവരുത്ത അത് ഞണ്ട് തന്നെ കെട്ടിയിട്ടേക്കുന്നല്ലേ മണ്ടൻ. ആ ഓക്കെ ബൈ. ഇവിടെ തന്നെ ഉണ്ടല്ലോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ മാർക്കറ്റ് ഉണ്ട്. താഴോട്ട് വരാത്തത് അവിടെ ആൾക്കാരെല്ലാം ഉണ്ട്. ഓക്കെ, നമ്മുടെ ഫിഷിനെ നമ്മൾ പുറത്തിറക്കിയിരിക്കുന്നു. കണ്ടോ, ഇടയ്ക്ക് ബ്ലാക്ക് കളറൊക്കെ ആവുന്നു ക്യാമറയിൽ. നോക്കി, മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വ്യൂ ഉണ്ട് നമുക്ക്. ഇവിടെ നമ്മൾ ഒത്തിരി കറങ്ങുന്നില്ല, തിരിച്ചു പോകാനുള്ള പരിപാടി. അതെന്തത് ഓയിലിൻ്റെ എന്തോ റിഗ്ഗാന്ന് തോന്നുന്നു, അറിയില്ല. ഓക്കെ പോട്ടെ. അതിലുള്ള ആൾക്കാർക്കൊക്കെ എല്ലാം അറിയാമായിരിക്കും ഊത് വേൾഡ്. ഞങ്ങൾ ഊത് വേൾഡിൽ വന്നാൽ അപ്പോൾ അവർക്ക് പ്രൊമോഷൻ ആകുമോ? ഇന്ന് അവരെന്നെ വീഡിയോ എടുക്കൽ ചിലപ്പോൾ പറയും, നാളെ നമ്മളെ കൊണ്ട് അവർ വീഡിയോ എടുപ്പിക്കും. എന്തായാലും അങ്ങോട്ടേക്ക് വന്ന് കുറച്ച് പെർഫ്യൂം നോക്കാനുണ്ട്. നോക്കട്ടെ, പെർഫ്യൂം. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. ഈ തിരക്കിനെടുക്കാൻ ഞാൻ എങ്ങനെ വീഡിയോ എടുക്കും? പെർഫ്യൂം വാങ്ങിച്ചു, മീൻ വാങ്ങിച്ചു, നെസ്റ്റ് ഓയിൽ പോയി. ഓക്കെ, തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് അവിടുന്ന് പോകണം, എനിക്ക് എൻ്റെ റൂമിലോട്ട് പോകണം. അങ്ങനെ അന്നത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അന്ന് ഞാൻ നേരെ റൂമിലേക്ക് വന്നു. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കുറേ നാൾക്ക് ശേഷമാണ്. എന്തായാലും അത് കഴിഞ്ഞിട്ട് ആ വീഡിയോയ്ക്ക് ഒരു എൻഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പം അന്നത്തെ വീഡിയോ അത്രയേ ഉള്ളായിരുന്നു. സോ അതിനൊരു കൺക്ലൂഷൻ ഒന്ന് നിർത്തണമെന്ന് ഓർത്തിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പം ദാറ്റ്സ് ഇറ്റ്. അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയും വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. സോ അതിൽ കാണാം. ബൈ.